കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ജയത്തോടെയും കൃപയോടെയും അവിടെ നമ്മെ നടത്തുന്നല്ലോ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തിന് നന്ദി പറയാം. ജനമേ, എല്ലാ കാലത്തും യഹോവ വാഴ്ത്തണം. എല്ലാ കാലത്തും ഏത് കാലഘട്ടത്തിലും നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിടുതലിന്റെ ദൈവമാണ്. എന്നും നമ്മൾ പറയണം, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാവും. സഹോദരങ്ങളെ, താൻ മാത്രം അത്ഭുതം ചെയ്യുന്നത്. ഇന്നും അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. നമ്മുടെ വിഷയം എത്ര സങ്കീർണമാകട്ടെ, അതിന്മേലും കർത്താവിന്റെ ഒരു വാക്ക് മതി. പ്രവൃത്തിയിൽ ഭയങ്കരനായ അത്ഭുതങ്ങൾ ഇന്നും നമ്മോട് കൂടെയുണ്ട്. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ദൈവശം നമ്മളെ അവിടെ നിൽക്കണം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയാണ്. അതുകൊണ്ട് എന്നേക്കും ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ അവിടുന്ന് പറ്റും. തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവർ. ഓരോ ജഡത്തിനും അതിന്റെ ആഹാരം കൊടുക്കുന്നവർ. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ബദ്ധന്മാരുടെ ഞെരുക്കം കേട്ട ഇളയവരുടെ പീഡയും ദീർഘശ്വാസം നിമിത്തം എഴുന്നേൽക്കുന്നു. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കാൻ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ചില ശക്തികൾ ഒരുങ്ങിപ്പോ. ഒന്ന് പറ, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത് എഴുന്നേൽക്കണമേ. നിലവിളിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസ്തരായിരിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എഴുന്നേറ്റ സഹോദരങ്ങളെ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നുള്ള ദൈവശബ്ദം ഇന്നും നമ്മുടെ മേൽ മുഴങ്ങുന്നു. ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ഒരധികാരത്തിന് സാധ്യമല്ല, ഒരു നിയമത്തിന് സാധ്യമല്ല, ഒരു പ്രഭുവിന് സാധ്യമല്ല. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചു, അങ്ങനെ സംഭവിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ഒരു വാക്ക് ദൈവം കൽപ്പിക്കും. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യം. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കിയിരിക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഗീതമാണിത്. ഒത്തിരി ആവലാതികൾ ദൈവസന്നിധിയിലേക്ക് താൻ നിരത്തിവെക്കുകയാണ്. അവിടെ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളും അതിന്റെ മറുപടികളും ശ്രദ്ധേയമായത്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയങ്ങൾ ദൈവമുമ്പാകെ നിരത്തിവെക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ട്, അതിനൊരു ദൈവശബ്ദം കേൾക്കും. വിഷയങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് കിടക്കാതെ എല്ലാ വിഷയങ്ങളും ഒരുവന്റെ മുമ്പാകെ കൊണ്ടുവരാൻ തയ്യാറായാൽ ഭംഗിയായി തീർത്തു തരുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. കഴിഞ്ഞ നാളിൽ അനുഭവിച്ചവർ പറ, ഒത്തിരി ആവലാതികൾ, പ്രതിസന്ധികൾ എല്ലാം വന്നപ്പോഴും എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ മുട്ടുമടക്കിയപ്പോൾ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തിയ ഒരു ദൈവമുണ്ട്. അങ്ങനെങ്കിൽ ആ ദൈവം ഇന്നും നിങ്ങളുടെ കൂടില്ലേ? അവിടെ നിന്നും ജീവിക്കുന്നില്ലേ? അവിടെ നിന്നും പ്രവർത്തിക്കില്ലേ?
സ്തോത്രം ചെയ്യാമോ? എന്നിട്ട് ഹബക്കുക്ക് പ്രാർത്ഥിക്കുക, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആവലാദികൾ ഒത്തിരി ഉണ്ടെങ്കിലും, ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളുണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ആണ്ടല്ല, ഈ മാസം കഴിയുന്നതിന് മുമ്പ് അങ്ങയുടെ പ്രവൃത്തിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിപ്പിക്കണമേ, ഒന്ന് വെളിപ്പെടുത്തണമേ. വെളിപ്പെട്ട് കിട്ടേണ്ടത്, മറഞ്ഞു കിടക്കുന്നത് ഒന്ന് വെളിപ്പെടുത്താൻ, ഇരുട്ടിലിരിക്കുന്നത് ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റ് വരുമെന്നാണ് അതിന്റെ 13-ാം വാക്യം. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടും. അപ്പോ പ്രാർത്ഥിക്കുന്നവന്റെ രക്ഷയ്ക്കായി, പ്രാർത്ഥിക്കുന്നവനെ വിടുവിക്കുന്നതിനായി, സഹായിക്കുന്നതിനായി നമ്മുടെ ദൈവം എഴുന്നേറ്റ് വരും. സ്തോത്രം. അഭിഷക്തന്മാരുടെ രക്ഷയ്ക്കായി പുറപ്പെടുക. ഇന്ന് പകൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം പുറപ്പെട്ടിരിക്കുന്നു, ദൈവം എഴുന്നേറ്റിരിക്കുന്നു, ദൈവത്തിന്റെ കൈ നീട്ടിയിരിക്കുന്നു, ദൈവം കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. എത്ര പേർ സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കും? എന്നിട്ടാണ് പറയുന്നത്, സാഹചര്യങ്ങളൊക്കെ എതിരാണ്. അസ്ഥികൾക്ക് ഉരുക്കം തട്ടി, അത്തിവൃക്ഷം തളുക്കത്തില്ല, മുന്തിരിയിൽ അനുഭവം ഒന്നും കാണുന്നില്ല. ഒലുമരത്തിന്റെ പ്രയത്നഫലം നിഷ്ഫലമായി പോകും. നിലങ്ങളിൽ ആഹാരവും വിളയാൻ സാഹചര്യവും എതിരാണ്. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോയി, ഗോശാലകൾ കന്നുകാലിൽ ഉണ്ടായിരിക്കില്ല. ഇതിന്റെ നടുവിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ഇതിന്റെ നടുവിലും ദൈവത്തിന് ആനന്ദിക്കുന്ന, ഇതിന്റെ നടുവിലും ദൈവത്തിൽ പ്രത്യാശിക്കുന്ന, ഇതിന്റെ ഒക്കെ നടുവിലും ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന തന്റെ ജനത്തോടാണ് നമ്മുടെ കുറിവാക്യം യഹോവയായ കർത്താവിന്റെ ബലമാണ്. വിഭ്രമ രാഗത്തിൽ പാടിയ പാട്ടാണ്. പക്ഷെ അവിടെയും എനിക്കൊരു ബലമുണ്ട്, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, യഹോവയായ കർത്താവ് എന്റെ ബലമാണ്. മറ്റിടത്ത് പറയുന്ന യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമാണ്. ദാവീദ് പറയുന്നത്, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓരോരുത്തന്മാർ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. ദാവീദ് 130 പറയുന്നത്, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമുണ്ട്. 80-ാം സംഘത്തിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ബലം ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയും, ആവലാദികൾ ഒത്തിരി ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്റെ ബലമായ യഹോവയെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എന്റെ ബലമായ യഹോവയെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത ഭാഗം നോക്കൂ, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കും. എനിക്ക് ശക്തി നൽകുന്ന ദൈവം, യഹോവയായ കർത്താവ് എന്റെ ബലമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ ശക്തീകരിക്കുന്ന, അവർക്ക് കൃപ നൽകുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ കൃപമേൽ കൃപ നൽകുന്ന, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. നോക്കൂ, വളരെ നിരാശപ്പെട്ട് പാടിയ ഒരു പ്രാർത്ഥനാഗീതം. അവിടെ പറയുന്നു, എന്റെ കാലുകൾക്ക് ബലം നൽകുന്ന, ഓടുവാൻ, നടക്കുവാൻ, പിടിച്ചടക്കുവാൻ, വാക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാണത്തില്ലെന്ന് ചിന്തിക്കുന്നു, മറുപടി കിട്ടത്തില്ലെന്ന് വിചാരിക്കുന്ന ചിലർ. സമയം കഴിഞ്ഞുപോയി, സാഹചര്യങ്ങളില്ല. നിന്റെ കാലുകളെ മാൻ പേടക്കാൽ പോലെ, ഹല്ലേലൂയ, നിന്റെ കാലുകളെ, ധൈര്യത്തോടെ പറ, എന്റെ കാലുകളെ, എന്റെ കാലുകളെ, എന്റെ കരങ്ങളെ, ഹല്ലേലൂയ, ദൈവം ശക്തീകരിക്കാൻ പോകുകയാണ്. പേടമാൻ കാൽ പോലെ ആക്കുകയാണ്. വേഗത്തിൽ ഓടുവാൻ, വേഗത്തിൽ ചലിക്കുവാൻ, മൂവ് ചെയ്യാൻ ദൈവം നിങ്ങളെ ഇടയാക്കാൻ പോകുക. അടുത്ത് നോക്കൂ, ഉന്നതികളിൽ നടക്കണമെങ്കിൽ ബലം വേണം. ദൈവത്തിന്റെ ബലമുണ്ടെങ്കിലേ നടക്കാൻ പറ്റുമോ? നീ ചിന്തിക്കാത്ത പാതയിലൂടെ ദൈവം നിങ്ങളെ നടത്താൻ പോകുക. സഹോദരങ്ങളെ, ഉന്നതികളിൽ മേൽ നടത്തും.
തകർത്ത് കളയുന്ന ഒതുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിരാശയുടെ, വിഭ്രമത്തിന്റെ, സംഭ്രമത്തിന്റെ ഒക്കെ നടുവിലും പ്രാർത്ഥിക്കുന്നവന്റെ കാലുകൾക്ക് ബലം നൽകി ഉന്നതികളിലേക്ക് അവനെ നടക്കുമാറാക്കുന്ന, ശക്തീകരിക്കുന്ന, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന, ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ബലം ഇന്ന് പകലേറ്റെടുത്തിട്ട് പറ, ഞങ്ങൾ പിന്നോട്ടല്ല പോകുന്നത്, ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുക, ദൈവകൃപ ഏറ്റെടുക്കുക, ധൈര്യത്തോടെ സ്തോത്രം ചെയ്യുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്നും പകലങ്ങ് വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള ഭുജം അനുകൂലമായി വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം. സാഹചര്യങ്ങളൊക്കെ എതിരാണെങ്കിലും, കർത്താവ് എല്ലാം നശിച്ചു പോയെങ്കിലും ഇവിടെ പറയുന്നു യഹോവയെ കർത്താവിന്റെ ബലമാ. ആ ബലം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. യഹോവ ഇന്ന് പകൽ തന്റെ ജനത്തെ ശക്തീകരിച്ച് അവരുടെ കാലുകൾക്ക് ബലം നൽകി, കാര്യങ്ങൾക്ക് ബലം നൽകി, അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യം നൽകി ശക്തിയോടെ ഉപയോഗിക്കുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഗിദെയോനോട് പറഞ്ഞ പോലെ, ഈ ബലത്തോടെ പോകാൻ പറഞ്ഞ പോലെ, ഈ ബലത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ മൂവ് ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ മൂവ് ചെയ്യുന്നു. നിരാശകൾ പ്രത്യാശയായി മാറി, വിലാപങ്ങൾ നൃത്തമായി മാറി, രട്ട് സന്തോഷമാക്കി മാറ്റുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം അംഗീകരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, നമ്മുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവം, ബലം നൽകുന്ന ദൈവം, ശക്തി നൽകുന്ന ദൈവം, വീണ്ടും ഞങ്ങളെ ഓടിക്കുന്ന ദൈവം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ